വലിയേട്ടൻ കളിപ്പാട്ടെ കുറിച്ചിട്ട് നേരെ അമ്പലത്തിൽ തൊഴാൻ പോയി. ഈശ്വര ഭഗവാന്റെ അച്ഛന് നല്ലത് മാത്രം വെറുതെ നമ്മളെ ചവറയിലെ രാധമല്ലിച്ചിട്ട് വെച്ചുപോലെ ഗ്രൂപ്പ് ജിങ്സ് അങ്ങനെയില്ല. എല്ലാവർക്കും ഞാൻ ഒരു പണം തരും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു പരിപാടിയൊക്കെ വന്നിട്ടാണ്. കഴിഞ്ഞ തവണ സിനിമയായിരുന്നു കീറി മുറിച്ചത്. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ സാധനം കീറി മുറിക്കാൻ വിചാരിക്കുന്നു. ഇതൊരു മന്ത്രിസഭ അധികാരത്തിൽ അറിയിക്കുക. അപ്പൊ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ വന്നിട്ടുണ്ട്. മുഖ്യ മന്ത്രിസഭ കുറെ വീഡിയോകളുണ്ട്. എല്ലാം കണ്ട സാധനങ്ങളൊക്കെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ വശങ്ങൾ നോക്കുക, അതെങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു. സമൂഹത്തെ ബാധിക്കുക മാത്രമല്ല സമൂഹത്തെ നന്നായിട്ട് എന്റർടൈൻ ചെയ്യും. കാരണം മാറിയത് മുതൽ ഫുൾ എന്റർടൈൻമെന്റ്. ആസ് എ സിനിമാ പ്രേമി എന്റർടൈൻ സിനിമകൾ, കോമഡി സിനിമകളുടെ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം കൂടി കറക്റ്റ് ആണ്. ഈ സമയത്ത് ഈ സർക്കാർ അധികാരത്തിൽ കഴിഞ്ഞു. ആദ്യത്തെ ഒരാഴ്ച ത്രീ കിങ്സ് എന്റെ സിനിമ പോലെയായിരുന്നു. കുഞ്ചാക്കോബിന് ഇന്ദ്രയിത്തും ജയസൂരിയുള്ള നിധി എടുക്കാൻ പോണ ത്രീ കിങ്സ്. അങ്ങനെ നിധി എടുക്കാൻ പോയാലാണ് കഥ കാണിച്ചത്. സംഭവം ഞങ്ങൾ രണ്ടാളി എന്താണ് ഇതിന് ഇത് കണ്ടിട്ടില്ല. വീട്ടിൽ കിട്ടുന്ന നല്ല സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ. ആ കളിപ്പാട്ടത്തിന് ഇളയ കുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി ശാഠ്യം പിടിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ആ കളിപ്പാട്ടം അനുജന് കൊടുത്തിട്ട് അനുജന്റെ സന്തോഷം കണ്ട് മാറി നിൽക്കുന്ന ജ്യേഷ്ഠന്മാരുണ്ട് നമ്മുടെ തറവാടുകളിൽ. ആ വലിയേട്ടൻ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ പ്രിയപ്പെട്ട വലിയേട്ടൻ അനുജന്മാരുടെ സന്തോഷത്തിനു വേണ്ടി ഇടവഴികളിലൂടെ കൈപിടിച്ച് കടന്നുപോയപ്പോൾ ആ കൈപിടിച്ച് കൂടെ നിന്നവർക്ക് കളിപ്പാട്ടം, വലിയ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പോൾ ആ വലിയ കളിപ്പാട്ടം യാതൊരു വിഷമതയും കൂടാതെ കൈമാറിക്കൊണ്ട് കയ്യിൽ കിട്ടിയ ചെറിയ കളിപ്പാട്ടം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആ ചെറിയന്മാരോടൊപ്പം ചേർന്ന് നിന്ന് ഈ നാടിനെ നയിക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണ വേദിയിൽ വളരെ സജീവമായി നിൽക്കുന്ന പ്രിയപ്പെട്ട കേരള രാഷ്ട്രീയത്തിന്റെ വലിയേട്ടൻ ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ ഈ എന്തോ സംസാരിക്കണാരാ അതാരെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ എന്തായാലും ബി ആർ എം ഷഫീർ എന്ന് ഒരു എതിരാളിയാട്ടോ. അതിനൊക്കെ വർക്കലിന്റെ ഷീറ്റ്. വലിയ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിട്ട് വീട്ടിലുള്ള കൊച്ചനിച്ചന്മാര് അടികൂടാറുണ്ട്. അപ്പൊ വലിയേട്ടൻ എന്ത് ചെയ്യാ, അതായത് വലിയ കളിപ്പാട്ടം മോനെ നജി കൊണ്ടേക്കോ. വലിയ തെറ്റിപ്പോയത്. വലിയേട്ടൻ കളിപ്പാട്ടെ കൊടുത്തിട്ട് നേരെ അമ്പലത്തിൽ തൊഴാൻ പോയി. ഈശ്വര ഭഗവാന്റെ അച്ഛന് നല്ലത് മാത്രം വെറുതെ അതാണ് ഗുരുവായൂർ പോയിട്ട് വലിയേട്ടൻ ചെയ്തത്. ഇവരെന്തിനു തെറ്റാപ്പോ ഗുരുവായൂർ പോകുന്നത്? മുഖ്യമന്ത്രി ആരാവുന്നുള്ള ചർച്ച സമയത്ത് കെ പ്രധാൻ പറഞ്ഞതല്ല, ഗുരുവായൂർ സ്ഥിരം വരുന്ന അത് ഓക്കെ. പക്ഷെ ഇത് ആവണില്ല പറഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തല നേരെ പോകും ഗുരുവായൂരാണ്. സതീശനും ആദ്യം പോയത് ഗുരുവായൂർ. ആ പ്രശ്നത്തിന്റെ രസം രമേശ് ചെന്നിത്തല വരുന്നില്ല, ട്രെയിൻ കയറി പോകുന്നു, എങ്ങോട്ടോ പോകുന്നു ഗുരുവായൂർ. ആള് ഗുരുവായൂരെത്തി. വലിയേട്ടപ്പോ കളിപ്പാട്ടം പാടാൻ പറഞ്ഞപ്പോഴും രണ്ടാമത്തെ ചെറിയ കളിപ്പാട്ടാണ് കാണുന്നത്. നേരെ ചെറുതൊക്കെ കാണും, വലുതൊക്കെയില്ലെങ്കിൽ കുഴപ്പമില്ല. ശരിയായിട്ട് ഒരു അംബാസഡർ പോയി. അവിടെ കാത്തു കിടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരക്കുള്ള അടിപൊളിക്കടയിൽ ഞാൻ ഇൻസ്റ്റേ കണ്ട സാധനമാണ്. അതായത് ഈ തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സ്ക്രിപ്റ്റഡ് ആണ്. സതീശനും കെ സി വേണുഗോപാലും കൂടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇയാള് മുങ്ങിപ്പോകും. അത് ഞാനും കണ്ടായിരുന്നു. കെ സിക്ക് എന്തായാലും ACC നല്ല കിടിലം പോസ്റ്റർ ഉണ്ട്, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഫൈറ്റ് നടക്കുന്നത് വി കെ സതീശനും ചെന്നിത്തലയും കൂടിയാണ്. ആ ഫൈറ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് വന്നത് എന്നുള്ള സംഗതി കണ്ടിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ആദ്യം റീലുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ മുകളിൽ കാണിച്ചു. ഞാൻ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ലെഫ്റ്റ്, ഞാൻ ലെഫ്റ്റ് ആണ്, ഞാൻ റൈറ്റ്. ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്. എക്സ്ട്രീം റൈറ്റ് കാണിക്കുന്ന ആളുകളെ കണ്ടാൽ ഞാൻ വിമർശി. ഈ സെക്കുലറായ കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണലാക്കുന്നത് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കുറെ മത മേധാവികളാണ്. അവരുടെയൊന്നും മുന്നിൽ മുട്ടുകുനിക്കരുത്. അവർക്കൊന്നും താൽക്കാലിക ലാഭത്തിന് വേണ്ടി കീഴടങ്ങരുത്. തെരഞ്ഞെടുപ്പ് തോന്നുന്ന കാര്യമല്ല, പക്ഷെ വർഗീയതയെ കുറിച്ച് കൂടണം. രാജ്യത്തിന്റെ മുന്നിൽ അന്തത്തോടുകൂടി തലയിറക്കി നിൽക്കണം. ഇതെല്ലാമാണ് മുഖ്യം. ഇതെല്ലാം നന്നായി ചെയ്യുന്ന ഒരാൾ മുഖ്യനുമാണ്. വടശ്ശേരി ദാമോദര മേനോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും മേനോ കയറി ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ MLA ആയിട്ട് ഇത്രയും കാലം സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഈ മേനോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചു കാലമായിട്ട് NSSന്റെ ജനറൽ സെക്രട്ടറി മറ്റേ സുകുമാരൻ നായർ ഇവരും തമ്മിൽ കുറച്ചൊരു ഇടഞ്ഞു നിൽക്കാനുള്ള. അപ്പൊ ആ ഇടച്ചിലൊന്നും മാറ്റാൻ വേണ്ടി ഞാനും ഇതാണ് കുട്ടിയാ നിങ്ങളെ വോട്ട് കിട്ടിയിട്ട് നമ്മള് ജയിച്ചേ. അത് ഉണ്ടാവുന്ന സാധാ പാനാണ്ട് തുറന്നു വെക്കുകയാണ്. അല്ല, ഈ സിനിമയിൽ ഒരു നടി ഉണ്ടായിരുന്നല്ലോ, ബിന്ദു കൃഷ്ണ. അതൊക്കെ വരുന്നു ബിർണാണി. നമ്മുടെ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോം ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ.
ഞാനൊന്ന് പറഞ്ഞു ചേച്ചിനോ ചോദില്ല എന്റെ അപ്പാവിടെ ഒരു ഓമനും എന്റെ അമ്മാവുടെ പേര് തങ്കപ്പൻ. ഇത്രയാണ് കാര്യം. മന്ത്രി ഇരുന്നിട്ട് കള്ളം പറയാ, അത് പൊളിക്കണതാരാ? ചെറിയ ചെക്ക അംഗനവാടി പഠിക്കുന്ന കുട്ടികളാ. അല്ല ഇവരിപ്പോ കോൺഗ്രസ് അണികൾ പറയുന്നുണ്ട് അത് വീഡിയോ ഇടിപ്പിച്ചാണെങ്കിൽ കൂടി എന്താ കുട്ടികളുടെ വാസ്തവല്ലേ? ഇതിനെതിരെ ആൾക്കാർ ട്രോളാൻ തുടങ്ങി. സ്വാഭാവികമാണ് ട്രോളും. വലിയ വലിയ ട്രോൾ ഇതിനെക്കാളും വലുത് എല്ലാ രാഷ്ട്രീയക്കാർക്കും വരുന്നുണ്ട്. അത് ഭയങ്കര രസത്തിലെടുക്കും. ഇപ്പൊ മണിയാശാനൊക്കെ മണിയാശാനൊക്കെ അത് കാര്യത്തിൽ എടുക്കാന്നുണ്ടെങ്കിൽ ആട് പോലുള്ള ഒരു സിനിമ ഇന്നത്തെ കാലത്ത് ഇവിടെ പ്രശ്നമാവുന്നുണ്ട്. ഒരു രസത്തിന് ഇറക്കിയതാണ്. അപ്പൊ ഈ കാലയളവിൽ ട്രോൾ എല്ലാരും പോയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു തമാശക്ക് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിൽ എത്രത്തോളം പ്രകോപിതമാവേണ്ട അതിനെതിരെ കേസ് വേണം. ആ ട്രോൾ ഉണ്ടാക്കിയ ആൾക്കെതിരെ. അപ്പൊ ഈ മന്ത്രിക്കെതിരെ എന്ത് കേസ് ഉണ്ടാവുക? കഥ പറയുന്നത്. അതായത് ഒരു മീഡിയന്റെ മുമ്പിൽ ഇത്രയും ആധികാരികമായി എടുത്തിട്ട് പച്ച കള്ളം ഒരു ചെറിയ കുട്ടിനെ പറ്റി പറഞ്ഞ ആ മന്ത്രിക്കെതിരെ കേസ് ഉണ്ടാവും. ആ കുട്ടിയുടെ പിതൃത്വം പോലും മാറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഡിബേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയൊരു സാധനം ഉണ്ടായിരുന്നേ. അന്ന് രാത്രി നല്ല രസമുണ്ടെങ്കിൽ അന്ന് രാജസ്ഥാന് കളിയെടുക്കും. വൈഭവ് സൂര്യവംശി 94 റൺ എടുത്ത് പറഞ്ഞിട്ട് നമ്മളെ ചവറയിലെ രാജനീതി വിളിച്ചു പോകാനാണ് ആ ബാറ്റ് ചെയ്തത്. ആൾക്കാർ എന്റർടൈനിങ് പർപ്പസ് ആക്കി എടുത്തിക്കണം തോന്നിട്ടോ. അതിനേക്കാൾ രസം എന്താ, ഇത് ചോദിച്ചു മാധ്യമ പ്രവർത്തകര് ക്ഷീരദിന ആശംസകൾ. അത് കണ്ടില്ല, കേട്ടില്ല. അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇന്ന് ലോക ക്ഷീരദിനമാണ്. ക്ഷീരദിനത്തോടനുബന്ധിച്ച് വകുപ്പ് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ ഓക്കെ. കുട്ടിക്ക് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസ. ബാലേന്ദ്രനെ അവസാനം സംവിധാനം ചെയ്തൊരു പടമുണ്ട്, ഇത് ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട്. ജഗദീൻ എന്തോ നിർബന്ധപ്രകാരം മന്ത്രിക്ക് പിടിച്ചിരുത്താൻ എന്തോ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പിടിച്ചിരുത്തും. ഒരുപാട് ആൾക്കാരെ ചോദ്യം തിരിഞ്ഞു ചെയ്യും. അവസാനം മൂപ്പര് നീക്കിയിട്ട് അറിയും എല്ലാവർക്കും ഞാൻ ഒരു പടം തരും പറഞ്ഞിട്ട് പോകുള്ളൂ. പുതിയ മന്ത്രിസഭയുടെ വാഗ്ദാനമായിട്ട് ഞങ്ങൾ പൗരന്മാർക്ക് മുഖ്യമന്ത്രി എന്താ തരാൻ ഉദ്ദേശിക്കുന്നത്? വാ തുറന്ന് എന്തെങ്കിലും പറയണം. എല്ലാവർക്കും ഞാൻ ഓരോ പഴം തരും. ഇതാണോ സീമന്താ പറയുന്നത് കേട്ടോ? എല്ലാവർക്കും ഓരോ പഴം തരുമെന്ന് നമ്മൾ പത്രക്കാരെ അവമാനിച്ചാണ്. എന്താവശ്യമോ പഴമെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ച സോഷ്യലിസമാ. അതേപോലെ ചോദ്യം ചോദിച്ചത് എന്ത് ഉത്തരം തന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ കോൺഗ്രസിന്റെ അപ്പോസ്തലനായി. ഒരു കുഴപ്പമില്ല, ലീഗുകാർക്ക് കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല, ഡെപ്യൂട്ടി ചർച്ചക്കാർക്ക് പ്രശ്നമില്ല. മീഡിയ വണ്ടിയിലെ ദാവൂദ് ചോദിച്ചത് എന്താ അറിയും, വെള്ളാപ്പള്ളിയെ പോയിട്ട് ഈ മന്ത്രിമാര് കണ്ടതിൽ CPM എന്താ നിലപാട്? ഒരു CPM നിലപാടേ ദാവൂദിനെ പോലുള്ള ആൾക്കാർക്ക് അറിയേണ്ടുള്ളൂ. അയാൾ വേറെ സബ്ജക്റ്റ് ആയിരുന്നു, പഠിക്കണം. അതങ്ങനെയല്ല, എങ്ങനെയല്ല ആധികാരികമായ മണ്ടത്തരം. വിശാദ് റാവുത്തർ ക്വാളിറ്റി ചർച്ചകളിൽ പങ്കെടുത്തു. അയാൾ ഇമാതിരി വെളിത്തരം വല്ലാണ്ട് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു അന്തി ചർച്ച ചെയ്യുന്നതൊക്കെ. സജിത് ചെറിയാനൊക്കെ എന്തോ ഒരു നാക്കുപഴ വന്നതിനൊക്കെ ഭയങ്കര ചർച്ച നടത്തിയില്ല ഔട്ട് ഓഫ് ഫോക്കസ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ വനിതാ മന്ത്രിമാരെ പറ്റിയിട്ട് ഭയങ്കര കളിയാക്കൽ വരുന്നുണ്ടായി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വനിതാ മന്ത്രിമാരെ തെരഞ്ഞെടുപ്പ് എത്രത്തോളം മികച്ചതായിരുന്നു ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ ആഴ്ച VK ശ്രീകണ്ഠന്റെ ഭാര്യയില്ലേ മന്ത്രിയായിട്ടുള്ള തുളസി, എല്ലാവരും മറ്റേ മുരളീധരന്റെ ഒരു മിഠായി കൊടുക്കൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അത് ഭയങ്കര അവിടെ ബി മുരളീധരനെ ട്രോള് നമ്മള് കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുന്നതിന് അതിനൊപ്പം തന്നെ പേര് വെക്കേണ്ട ഒരാളാ തുളസി. അവിടെ സാന്നിധ്യത്തിലാണ് നടന്നിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴേ വീഡിയോ ഒന്നും എന്താ അറിയോ, നമ്മൾ ഈ ഉത്തരേന്ത്യയിലെ ഓരോ റീലുകള്, ഗുജറാത്തിലെ ഓരോ റീലുകൾ, ഇതൊക്കെ നമ്മൾ ഇടലുണ്ട്. സ്കൂളിൽ ഒഴുത്തി ഭക്ഷണം വെച്ചത് നിരന്തരമായിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ്. ഇത് ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ കറക്റ്റ് അത് അടിച്ചതാ ഇതേപോലെ ഇതിലേ. പേഴ്സണലായിട്ട് എനിക്ക് ഞെട്ടല തോന്നിയതാണ് ഈ മുരളീധരൻ അങ്ങനെ ചെയ്താൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. അയാൾ BJP കാരനാണ്. അവരെ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രവൃത്തിനോട് യോജിച്ചു പോകുന്ന കൃഷ്ണകുമാറിന്റെ പോലെയുള്ള ആൾക്കാരെ വായന കുഴിയെത്തി കഞ്ഞി കുടിക്കേണ്ട സാധനം നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ നിന്ന് ഈ തുളസിയുടെ സാധനം ഭയങ്കരമായിട്ട് ഇന്ന് കിട്ടിച്ചത്. പഠനം വലിയ സമയമാണ്ട. ശരി, ദാമോദരൻ മേനോൻ അത് ആ മേനോനെത്തിയില്ലേ അവിടെ വെള്ളം വെച്ച് ഈ ബാക്കിയുള്ളത് ഇപ്പൊ ഈ മുരളീധരൻ മുട്ടായിട്ട് കൊടുത്തില്ലേ, അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോ ജാതീയമായിട്ട് തെറി പറയില്ല നാട്ടിൽ. ജാതീയമായിട്ട് തെറി, ആ തെറി അയാൾക്കെതിരെ പറയുന്നു. ഇത് പറയുന്ന ആളുകൾ അവതരണം ചെയ്യണം അയാളും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ലീഡറായി ഇൻസ്റ്റഗ്രാം പേജിൽ ആദ്യമായിട്ടാണ് നോക്കോ 9 മില്യൺ ഇലക്ഷന്റെ മുമ്പ് 9 മില്യൺ വ്യൂസ് തരുന്ന റീൽ വരുന്നത്. ഇലക്ഷന് ശേഷം അത് പിന്നീടും 13-14 ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ സാധനമാണ് മോഡിഫിക്കേഷൻ. ഇത്രയും ആൾക്കാർ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തോണ്ട് ചോദിച്ചപ്പോഴേക്കും ആളില്ല
സാറില്ലേ അത് തന്നെ അടിപൊളിയല്ലേ? അപകടമില്ലാത്ത മോഡിഫിക്കേഷൻ ലീഗലൈസ് ചെയ്യുന്ന ഇത് ഇങ്ങനെ പോകും. ഒരു സീരീസ് പോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എടുത്തിട്ട് റീലുകളാണ് ഇതൊക്കെ. ഇതൊന്നും ആരും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാവില്ല. കാരണം ഓരോ ഉള്ളിലുള്ള വികാരമാണ്. ഇത്രയും വാഹനപ്രതികളുള്ള നാട്ടിൽ ജനറൽ വ്യത്യാസത്തിലുള്ള ആൾക്കാരുണ്ട്. അത് വോട്ടുള്ളവരും ഇല്ലാത്തവരുണ്ട്. തോന്നുന്നു വോട്ടില്ലാത്തവരും ഒരു മെജോറിറ്റി ആൾക്കാർ ഈ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോ ഈ ബുൾഷറ്റ് യുദ്ധമൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങൾ ഭയങ്കര വിഷയമായിരുന്നല്ലോ. മോഡിഫിക്കേഷൻ എന്തായാലും കൂടെ അനുവദിക്കാൻ പറ്റില്ല. അനുവദിക്കാൻ പറ്റുന്ന ഒരു 18 സാധനങ്ങൾ പുറത്തേക്ക് വിട്ടു. അതെല്ലാരും ട്രോളൊക്കെ ആക്കി. അന്നേ കുറെ ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു ഇത് നടക്കൂല. അന്ന് കുറെ ആൾക്കാർ ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞു. ഇവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് മുൻകൂട്ടി വെച്ചിട്ട് സാധനം പറഞ്ഞു. അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് ഡിഫെൻഡ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നില്ല. ഈ ആൾക്കാരെ മനസ്സിലാക്കുമ്പോൾ ഇലക്ഷൻ ആയി. അതിനാണ് ഇവിടെ തന്ത്രം. അത് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ വലിയൊരു വിഷയമാണ്. അപ്പൊ അവര് ഫ്രീക്വന്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഇത്തരം കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്നതും ഓപ്പോസിറ്റ് നെഗറ്റീവ് അവർക്ക് എത്തിക്കൊള്ളുന്നില്ല. ആൾക്കാർ ഇത് വിശ്വസിക്കാൻ കാരണം എന്തെങ്കിലും എനിക്ക് അതാ മനസ്സിലാവുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നത്. അതിൽ എന്തെങ്കിലും അമെന്റ്മെന്റ് വരുത്തണമെങ്കിൽ പാർലമെന്റിൽ വോട്ടിനിട്ടിട്ട് അമെന്റ്മെന്റ് വരുത്തുന്നത് വലിയ പരിപാടിയാണ്. ഇത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് ഇത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നിൽക്കുന്നത് 1.5 കോടി മനുഷ്യരിലേക്ക് സാധനം എത്തി. ഇത് ഡിഫെൻഡ് ചെയ്യുന്ന കൗണ്ടർ നാരേറ്റീവുകൾ എത്തിയിട്ടില്ല. അത് പ്രതിപക്ഷ സംവിധാനത്തിന്റെ ഒരു പോരായ്മ തന്നെയാണ്. അത് ഈ ജനറേഷൻ ഗ്യാപ്പാണ് പലപ്പോഴും തോന്നുന്നത്. ഈ ജനറേഷനോട് എങ്ങനെ പറയണം എന്നുള്ളത്, എന്ത് പറയണം എന്നുള്ള ആദ്യത്തെ ഒരു സാധനമാണ്. പക്ഷെ ഈ എന്ത് പറയണം എന്നുള്ളത് എങ്ങനെ പറയണം എന്നുള്ള സാധനമാണ്. നമ്മളിത് ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര സെറ്റപ്പിൽ ഇരുന്നിട്ട് താത്വികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പക്ഷെ അത് അവര് ഏറ്റവും കീഴിലുമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എത്തുമ്പോൾ എത്തുന്നില്ല. ഒരു ചെറിയ ആൾക്കാരിലേക്ക് എത്തണുള്ളൂ. സീരിയസ് ആയിട്ട് വീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നു. അതിൽ വേറൊരു കാര്യമുണ്ട്. ഇവര് ഇലക്ഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു PR വാർത്ത എന്ന് പറഞ്ഞാൽ ഗംഭീര്. അത് എങ്ങനെയൊക്കെ ഇടതുപക്ഷക്കാര് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ആ സമയം കിട്ടില്ല. അത് എങ്ങനത്തെ PR എന്നറിയാം. ഇത് PR വർക്കാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള PR വർക്കാണ്. ഇവൻ ഇയാളെ ചിരി പോലും PR വർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഇപ്പൊ PR ആണെങ്കിലും എന്താണെങ്കിലും ആദ്യത്തെ ആ ഒരു ശരി കാണുമ്പോൾ ചെറിയ രസം ഉണ്ടായിരുന്നു. മറ്റേ ഉദയനാടുകാരത്തില് പച്ചാളം പാസ അവസാനം കൊടുക്കുന്ന പോലെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഞാൻ തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ വേറെ രസങ്ങൾ കൊടുക്കാം. ഈ ചിരിക്കൊരു പ്രശ്നം. DGP കോമഡി എന്ന് പറഞ്ഞ സാധനം 1 വർക്കോ 2 വർക്കോ 3 വർക്കോ ഒരേ സാധനം പിന്നെയും പിന്നെ ഇട്ട് കഴിഞ്ഞാൽ സാധനം ആക്കാവില്ല. കുറച്ച് വളരെ സർക്കിളുള്ള ആൾക്കാർക്കൊക്കെ കനകോലിൽ അറിയുണ്ടാവും. നമ്മളെ അതേ ഏജിലുള്ള ഒരു ബൾക്ക് ഓഫ് ആൾക്കാരുണ്ട് അപ്പൊ നാട്ടിൽ. അവർക്കൊന്നും ഇതിനെ എന്താണ് കനകോലു, ആരാണ് ഈ കനകോലു എന്നൊന്നും അറിയണ്ടാവില്ല. അത് പഠിക്കണം ശരിക്കും ആൾക്കാർ. BJPക്ക് വേണ്ടി സ്ട്രാറ്റജി ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ചുരുക്കി പറഞ്ഞാൽ യൂസിഫലിലെ ജതിൻ രാംദാസിനോട് മുണ്ടെടുക്കാനും മടക്കി കുത്താനും പറയുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ സ്റ്റേജിന്റെ അടിയിൽ. അതിലൊരാളാണ് കനകോലു. ഈ ചിരി വരെ കനകോല് പറഞ്ഞ് ചിരിപ്പിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അത്ഭുതം ഉണ്ടാവണ്ട. ഇയാള് പ്രതിപക്ഷ നേതാവ് എന്ന PRക്ക് ചിരി ഉണ്ടായിരുന്നില്ലേ? അവിടുന്ന് ഇല്ലാത്ത ചിരി ചെയ്തപ്പോ ചിരി വന്ന്. VD സതീശൻ പേടിക്കണം. ആരെന്നറിയോ വരെ. കാരണം ഈ ഉമ്മൻചാണ്ടിന്റെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് അറിയില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ വന്ന പണി കോൺഗ്രസ്. അത് ഇപ്പത്തെ കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അത് കാരണം അന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. അന്ന് പൊളിറ്റിക്കലി കുറെ ഇടപെട്ട ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവും. കുറച്ചൊക്കെ ന്യൂസ് പേപ്പർ അന്നൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ആരോഗ്യമന്ത്രി മുരളീധരൻ എന്തൊക്കെ പറഞ്ഞത് പൊതുവേദിയിലത് അടിവരയിട്ട് ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയയുടെ ഏജന്റാണ്. ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. എന്നാ അയാള് അടുത്ത പരിപാടി ഉറപ്പിച്ചു. ഇത് കുറച്ച് സീരിയസ് വിഷയമാണ്. വിഷയമില്ല. പക്ഷെ ഇയാൾ ഇവിടെ കാണിക്കാൻ പോകുന്ന പരിപാടി തന്നെ ആവും. ആൾക്കാരെ കൊണ്ട് ചിപ്പിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇയാളെ കോമഡി പരിപാടികളും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് അയാൾ ഒപ്പിട്ടു. നിലവിൽ ഇലക്ട്രിക് ബോണ്ട് എല്ലായിടത്തും വാങ്ങിക്കുന്ന പറഞ്ഞു. എല്ലാ ഫാർമ കമ്പനികളുടെ അടുത്ത് നിന്ന് വാങ്ങിയിരിക്കുന്ന പറഞ്ഞു. ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിന്റെ എത്ര വലിയ ഗൗരവം. ചെറിയ ചെറിയ കമ്പനികളുടെ കുത്തകളാണ്. വലിയ ടീമാണ്. ബ്ലാക്ക് സ്റ്റോണും കേൾക്കാറുണ്ട്. വലിയ കുത്തകളാണ്. മലബാർ പ്രദേശങ്ങൾ ഇവിടെ കോട്ടൊക്കെ വന്നിട്ട് വരെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. കോഴിക്കോട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും. അപ്പോഴാണ് ഇയാള് ഈ പറഞ്ഞ പോലെ കോമഡിയിൽ എടുത്ത പോലെ സ്റ്റേറ്റ്മെന്റ്. ഉദാഹരണത്തിന് കേരളത്തിലെ ആശുപത്രി, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഇതൊന്നും ആലോചിച്ച് നോക്കാം. ഈ ഒരു സാധനം വീണാ ജോർജാണ് പറഞ്ഞത്. അതെ അതെ അതെ. പാമ്പ് കടിയേറ്റ ഡോക്ടറുടെ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ കണ്ടോന്നറിയില്ല. ഹസ്ബൻഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചവിട്ടിയിട്ടല്ല, കാർ പാർക്കിങ്ങിലാണ് സാധനം വരുന്നത്. കാലങ്ങളായിട്ട് വണ്ടി നിർത്തിക്കൊണ്ടിരിക്കുന്ന പാർക്കിങ്ങിലാണ് പാമ്പ് വന്നത്. വലിയ സുരക്ഷാ വീഴ്ചയാണ്. എത്രപോലെ ആൾക്കാർ വരുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. മുരളി പറയുമ്പോൾ മുരളിയെ തിരിച്ചു തള്ളി. പക്ഷെ അതൊരു വിഷയമോ? ഇത് ഇനിയിപ്പോ
ഒരു സീരീസ് ആയിട്ട് തുടങ്ങി. ഓരോ മെഡിക്കൽ കോളേജുകളിലും ഓരോ സ്ഥലങ്ങളിലും ആരോഗ്യ മേഖലയിൽ നിരന്തരം വിഷയം. എങ്ങും ഇല്ലാത്ത പോലെയാണ് ദിവസം ഓരോ പ്രശ്നം. ലാസ്റ്റ് ഒരു കുട്ടിന്റെ എന്തോ സർജറി റൂമത്തിന് പുറത്തെടുക്കുമ്പോ കൈ എല്ലൊടിക്ക് കിഡ്നിയില് മറ്റേ ഇടത് കിഡ്നിക്ക് മരിച്ചു. മരിച്ചിട്ട് മറ്റേ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിട്ട്. ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ നിരന്തരം ഒച്ചപ്പാട് ബഹളൊക്കെ CPM-ന്റെ പ്രവർത്തകർ BJP-യുടെ പ്രവർത്തകരൊക്കെ സമരം ചെയ്തിട്ടാണ് അവസാനം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. അപ്പം നിലവിൽ VD സതീശന് മുഖ്യമന്ത്രി ആയിരിക്കും തന്നെ മൂപ്പർക്ക് വീണ്ടും വേറെ വകുപ്പാണ്. പക്ഷെ അത് ഓണായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പിണറായി വിജയൻ IT ആഭ്യന്തരമൊക്കെ പുള്ളി കൈകാര്യം ചെയ്തത്. പക്ഷെ ഇവിടെ VD സതീശൻ ഒരു മുഖ്യമന്ത്രി ആയിരിക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള തുറമുഖം മുമ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം ഈ തുറമുഖ വകുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര കോമ്പറ്റീഷൻ. അതായത് മന്ത്രിസഭയിലെ ആൾക്കാർക്ക് തുറമുഖം വേണമെന്നുള്ള ഫൈറ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുക, അതായത് മൂപ്പർക്ക് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ തന്നെ മൂപ്പര് തുറമുഖം എനിക്ക് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ഗൂഢലക്ഷ്യമുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ നോക്കേണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, അതായത് മുഖ്യമന്ത്രി അധികാരത്തിന് കയറുന്നതിന് മുൻപ് തന്നെ അദാനിയുടെ BJP നേതാക്കളെ കാണാൻ വേണ്ടിയിട്ട് സതീശന് ചാർട്ടേഡ് വിമാനത്തിൽ പോയത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടത്. കാരണം അദാനിയുടെ ആണ് ഈ പോർട്ട്. അദാനിയുടെ മുന്നേ ഗുജറാത്തിലുള്ള പോർട്ടിലാണ് തോന്നുന്നത് ഏറ്റവും ഡ്രഗ്സ് പിടിക്കപ്പെട്ടത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹണ്ടിങ് ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. ഇതിനൊപ്പം കൂട്ടി വായിച്ചു നോക്കി മെഡിക്കൽ മേഖല. ഇവിടെ ഈ 18 മോഡിഫിക്കേഷൻ ഇപ്പൊ ഇട്ടെന്നല്ലേ കീറാന്. അവർക്ക് അറിയില്ല ഇത് ഇട്ടെന്ന് കഴിഞ്ഞാൽ എന്തായാലും കീറുന്നു. ഞാൻ PR ടീമിന് വെറുതെ ഇരുന്ന് വായിച്ചു ചോദിക്കാൻ മതി. ഈ 18 മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് ട്രോളും. ഈ ട്രോളിനെ ഈ വിഷയം ഇപ്പൊ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം എന്തൊക്കെയാണ് നടക്കുന്നത് ശ്രദ്ധിക്കുന്നേ എല്ലാവരും ബോധേടല്ല. അങ്ങോട്ട് ട്രോള് ഇങ്ങോട്ട് ട്രോള്. ഇതിനെതിരെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞു. അവര് വീണ്ടും മാറ്റി പറയുന്നു. ഇതാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോ നടക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്നുള്ളതൊന്നും ആരും ബോധേടല്ല. ഇന്ത്യയുടെ ആരോഗ്യ മേഖല മുങ്ങിപ്പോയി. പറഞ്ഞ ആൾക്കാരെ പാമ്പ് പിന്നെ സ്വകാര്യവൽക്കരണം, മൂല്യത്തിന്റെ പ്രതികരണം, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ ഇവര് ബോധപൂർവ്വം ശ്രമിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല കേട്ടോ. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് എടുത്തു വയനാട് ഫണ്ട് കട്ടത് എവിടെയെന്ന് നിരന്തരം ആളുകൾ ചോദിക്കുമ്പോൾ അതിനെതിരെ ഒരു മറുപടി ഒരു പറഞ്ഞില്ല. നമ്മൾ പരമാവധി ഇത് കോമഡി ആക്കിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. സംഭവം നമുക്ക് എന്റർടൈൻമെന്റ് ആണ്. ഒരിക്കലും കോമഡി ആക്കാനുള്ള സാധനമല്ല. സാധാരണക്കാര് വർക്കിംഗ് ക്ലാസ്സിൽ പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബാധിക്കുക. ഇപ്പൊ ഈ BJP-കാർ പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുത്വക്കാരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് തടി കിട്ടിയത് ഒരു ദളിതനോ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെയാണ് ചെയ്യാം. സാധാരണക്കാര് തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി തൊട്ടിട്ടാണ് ആൾക്കാർ ബ്ലോഗ് ചെയ്യുന്നത്. ആദ്യത്തടി സാധാരണക്കാരനാണ്. ആദ്യത്തടി മുടങ്ങി ആദ്യമായിട്ടാണ് പെരുന്നാൾ പെൻഷൻ മുടങ്ങി. സംഭവം ഒരു ദിവസം 2 ദിവസം മുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ മുടങ്ങി കിട്ടിയിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ചില സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടാത്ത സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് നോക്കിയപ്പോ പ്രമുഖ നേതാക്കന്മാരും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിന്റെ ആൾക്കാരും പറഞ്ഞത് അവിടെ വിതരണം നടത്തുന്ന സഹകരണ ബാങ്ക് ചിലപ്പോൾ ഇടതുപക്ഷക്കാരെ കീഴിലുള്ളതായിരിക്കും. ഞാൻ തലക്കാട് പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളാണ്. തലക്കാട് പഞ്ചായത്തിലും ഭരണ UDF സർക്കാരിന്റെ അവിടത്തെ സഹകരണ ബാങ്ക് കോൺഗ്രസിന്റെയും വിതരണം ചെയ്യുന്ന ആൾക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ആ ബാങ്കിനോട് ആൾക്കാരും പഞ്ചായത്തിൽ പെൻഷൻ 2 ദിവസം വേറെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞ എന്താ പെരുന്നാൾ പ്രമാണിച്ച് 2 മാസത്തെ ഒപ്പം കിട്ടുന്നു. 1 മാസം കിട്ടിയിട്ടുള്ളൂ. ഇതുവരെയുള്ള എല്ലാ പെരുന്നാൾക്കും ഓണം വിഷുക്കൊക്കെ 2 മാസത്തെ ഒപ്പം കിട്ടി. തൊട്ടപ്പുറത്തെ മാസം കൊടുക്കും. കാരണം ആവശ്യങ്ങൾ കൂടുതലാണ്. അത്യാവശ്യം 3000 പോലും ആരും ചോദിച്ചില്ല. 3000 ചിലപ്പോ ആവും. പക്ഷെ ഇത് കിട്ടുന്നുള്ള കാര്യത്തിലാണ് പ്രശ്നം. ലീഗ് ഓഫീസിൽ പെൻഷൻ UDF-ന്റെ അതിനെതിരെ കൈയിട്ട് നിൽക്കേണ്ട അവസ്ഥയായി. അതും പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കി നിൽക്കുക. അതിന് ഏറ്റവും വലിയ രസം തരും ഇതാണ് നാട്ടുകാർ. അതിന്റെ ഇടയിൽ ആ വീഡിയോ എടുക്കുന്ന ചങ്ങായി പറയുമ്പോൾ നാട്ടുകാർ പറയുന്നത് ആകെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിനിട്ട് അടിയിൽ കമന്റ് ചെയ്യും. ഓൻ ആരാധി ചോദിക്കാൻ വരാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്ന ആളാണ് ട്രോളില് അധികം ആൾക്കാരും. സത്യത്തിൽ അവകാശം എന്താന്ന് മനസ്സിലാക്കാത്ത ജനതയാണ്. ഈ ഇലക്ഷന്റെ മുമ്പ് വരെ ചോദിച്ചിരുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നല്ലോ പൈസ എടുത്തിട്ട് ഞങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാക്കുന്ന പൈസ ഇല്ലേന്നാ. ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ പോയിട്ട് അവിടെ വെച്ചുള്ള ഞാൻ പ്രശ്നമില്ലല്ലോ. ആ വീഡിയോയിൽ ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന അയാളെ മുഖഭാവം നോക്കിയാൽ മതി. ഭൂമി ഇടിഞ്ഞോ താഴത്ത് പോയാൽ മതി എന്നായിരിക്കണം അവൻ പറഞ്ഞു നോക്കി എനിക്ക് പനിയാണ്. കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മള് വിവിധ കണ്ടന്റുകളായിട്ടുള്ള വരുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ ആവുന്നില്ല. സിനിമയും പരസ്യങ്ങളും ഒക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യും. ഇപ്പൊ കുറെ സാധനം വരും ഓരോ നിയമസഭ കൂടുമ്പോഴും. ഒരു മാസം കൊണ്ട് ഇത്രയും കണ്ടന്റ്. അതെ അതെ അതെ. പിന്നെ ന്യൂസുകളും പത്രങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം കേരളം എത്രത്തോളം പൊളിറ്റിക്കലി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലതും കോമഡി അല്ല. അതെ, ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്നുകൂടി പോസ് ചെയ്തിട്ട് അതിലൊരു പൊളിറ്റിക്കൽ വശം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.